കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി കിഡ്സ് ഇംഗ്ലീഷ് 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി എല്ലാ ശനിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കാനായി റെസിഡൻഷ്യൽ ക്യാമ്പുകൾ. കിഡ്സ് ഇംഗ്ലീഷ് ബാച്ച് അഡ്മിഷൻ തുടരുന്നു. പാറ്റ് ഇന്റർനാഷണൽ നിയർ ഹൈസ്കൂൾ പൂക്കോട്ടുംപാടം. കാട്ടാന ശല്യം ചെറുക്കാൻ വനാതിർത്തിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തൂക്കു ഫെൻസിംഗ് പ്രവർത്തിപ്പിക്കാൻ നടപടിയായില്ല. നിരന്തരമുള്ള കാട്ടാന ശല്യത്തിൽ ദുരിതത്തിലായി മൂത്തേടത്തെ കർഷകർ. വെള്ളിയാഴ്ച രാത്രിയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിച്ചു. മൂത്തേടം നെല്ലിക്കുത്ത് പൂവുണ്ടക്കുന്നിലെ മേലേതിൽ അബ്ദുൽ കരീം എന്നയാളുടെ തോട്ടത്തിൽ പ്രവേശിച്ച കാട്ടാനക്കൂട്ടം വെള്ളിയാഴ്ച രാത്രി വ്യാപക നാശമാണ് വരുത്തിയത്. 6 വർഷം പ്രായമായ 15 റബ്ബർ മരങ്ങളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കരുളായി റേഞ്ചിലെ പടുക്ക വനത്തിൽ നിന്നും എത്തിയ കാട്ടാനക്കൂട്ടം റബ്ബർ മരങ്ങളുടെ തൊലി ഇളക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരാഴ്ച മുൻപും കാട്ടാനകൾ 10 റബ്ബർ മരങ്ങളുടെ തൊലി ഇളക്കിയെടുത്തിരുന്നു. തൊലി ഇളക്കിയെടുക്കുന്ന മരങ്ങൾ പിന്നീട് ഉണങ്ങി നശിക്കുകയും ചെയ്യും. വന്യമൃഗശല്യം കാരണം കൃഷി നടത്താനാകാതെ വലയുകയാണ് കർഷകൻ. 6 വർഷം മുൻപ് ഇയാളുടെ തോട്ടത്തിലെ 1300 തൈകളിൽ 140 എണ്ണം മാത്രം ബാക്കിവെച്ച് എല്ലാം കാട്ടാനയും കാട്ടുപന്നികളും മുള്ളൻ പന്നികളും ചേർന്ന് നശിപ്പിച്ചിരുന്നു. വനാതിർത്തിയിൽ നിർമ്മിച്ച കിടങ്ങ് മണ്ണിടിഞ്ഞും മറ്റും നശിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് സ്വകാര്യ വ്യക്തികൾ സ്വന്തം നിലയ്ക്ക് കൃഷിയിടത്തിന് ചുറ്റും ഫെൻസിംഗും മതിലും നിർമ്മിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവയും കാട്ടാനയ്ക്ക് മുന്നിൽ ഫലം കണ്ടില്ല. ഒടുവിൽ വനാതിർത്തിയോട് ചേർന്നുള്ള റബ്ബർ, തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടിമാറ്റി വനം വകുപ്പ് നിർമ്മിക്കുന്ന തൂക്കു ഫെൻസിംഗിന് സ്ഥലം നൽകി. എന്നാൽ പൂളക്കപ്പാറ മുതൽ കൽക്കുളം തീക്കടി വരെയുള്ള വനാതിർത്തിയിൽ തൂക്കു ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. തൂക്ക് ഫെൻസിംഗ് എത്രയും വേഗം ചാർജ് ചെയ്ത് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഇത് കരുളായി റേഞ്ച് പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിലുള്ള റബ്ബറും തോട്ടാണ്. ഇവിടെ 2-3 തവണ ഇപ്പോൾ ആന കയറി നശിപ്പിക്കുന്ന റബ്ബർ. ഇത് ഇപ്പോൾ 6 വർഷമായ തൈയാണ് ആന പൊളിച്ച് നാശാക്കുകയാണ്. ഇതിലെ സോളാർ വൈദ്യുതി കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് 1 വർഷമായി ഇതിലുള്ള റബ്ബർ തൈകളൊക്കെ മുറിച്ച് അവർക്ക് സോളാർ വൈദ്യുതി സ്ഥാപിക്കാൻ വേണ്ടി 6 കൊല്ലമായ റബ്ബർ മുറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. മരങ്ങൾ മുറിച്ച് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അവർ സോളാർ വേലി ലൈൻ വലിച്ചല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇത് ചെയ്യാത്ത വർഷം ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ കമ്പിയും കാലും ഇവിടുന്ന് പറിച്ചുകൊണ്ടേകൊണ്ട് ഇതിൻ്റെ നഷ്ടം ഈ സോളാർ എൻ്റെ ആൾക്കാർ തരേണ്ടി വരും. ഇല്ലത് റബ്ബറൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പൊളിക്കുകയാണ്. റബ്ബർ പൊളിച്ച് തൊലി കളയാണ്. ഈ തൊലി പോണ റബ്ബറൊന്നും ഇനി ഇവിടെ ഉണ്ടാവുന്നില്ല അഭിപ്രായമല്ല. ഒക്കെ തൊലി ഇപ്പം ഈ മഴയല്ലേ, അതുകൊണ്ട് റബ്ബറൊന്നും ഇനി നന്നാവില്ല. ഇതിന് ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നുണ്ട്. അപേക്ഷ കൊടുത്ത് ഇതിനെല്ലാം നഷ്ടം കിട്ടണം. മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ സോളാറിനെ പറ്റിയാണ് ഉള്ളത്. കാരണം അതിന് വേണ്ടി കുറേ റബ്ബർ ഇവിടുന്ന് മാറ്റിയിട്ട് മുറിച്ച് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അത് ശരിയാക്കി തരിക. അല്ലാത്ത വർഷം ഒരു കാലം ഒഴിവാക്കി. ന്യൂസ് ബ്യൂറോ, എടക്കര.